ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ 26-ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രബോധന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിച്ചതിന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയോടുള്ള സ്നേഹത്തിലും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും ഞങ്ങൾ എത്തിച്ചേരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഞങ്ങൾക്കറിയാം. പിതാവിന്റെ ആകർഷണമാണ് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഇത് ഞങ്ങളോടുള്ള ദൈവത്തെ വലിയ സ്നേഹമായി, കാരുണ്യമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ നാമത്തിലും അങ്ങ് ഒന്നു ചേർക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. കുറച്ചുകൂടി അങ്ങയെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് ഈ സഭാപ്രബോധനങ്ങളുടെ പഠനം ഞങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വിശ്വാസ തീഷ്ണതയും ഈശോയോടുള്ള ആ സ്നേഹവും അതെല്ലാം ഞങ്ങളിലും കൂടുതൽ വർദ്ധമാനമാകുവാൻ ഇടയാകട്ടെ. വിശുദ്ധ തോമാസ് ശ്ലീഹ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കണമേ. സകല അപ്പോസ്തലർ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കണമേ. സകല വേദപാരംഗന്മാരെ, സകല വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഒരു സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക്, ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായെ, എന്റെ ഏക കർത്താവും ഏക രക്ഷകനും ഏക ദൈവവും സർവസ്വവുമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും എല്ലാവിധ ആഡംബരങ്ങളെയും എല്ലാ തെറ്റായ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ശുശ്രൂഷയെ നയിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി കർത്താവ് നമ്മളെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ഈ പ്രബോധനങ്ങൾ, മതബോധനത്തെക്കുറിച്ചുള്ള ഈ പ്രബോധനങ്ങൾ കൂടുതൽ സഭാസ്നേഹത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നിങ്ങളെ നയിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കുറച്ചുപേരെങ്കിലും, അനേകം പേര് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചുപേര് വളരെ കാര്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പുസ്തകമൊക്കെ എടുത്ത് അതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. ദൈവത്തെ നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളൊക്കെ പലവിധ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രബോധനങ്ങളുടെ ആവശ്യകത കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. IHS മിനിസ്ട്രി കത്തോലിക്ക വിശ്വാസ സംരക്ഷണ സേന എന്ന പേരിൽ ഒരു ശുശ്രൂഷ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അത് മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ടോ, നിരീശ്വരവാദ പ്രസ്ഥാനം ബന്ധപ്പെട്ടോ, മറ്റ് സഭകളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെയുള്ള സഭാവിരുദ്ധമായ നിലപാടുകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അവയെക്കുറിച്ചുള്ള സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഓരോ വിഷയങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുകയാണ് ചെയ്തത് എന്തുമാത്രം വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് അകത്ത് തന്നെ കത്തോലിക്ക വിശ്വാസം വിരുദ്ധമായ രീതിയിൽ കത്തോലിക്കർ തന്നെ എന്തെല്ലാം വ്യത്യസ്തമായ വീക്ഷണങ്ങളും നിലപാടുകളുമാണ് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ വലിയ പാഷാണ്ഡതകളാണ് അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്.
അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം സഭയെക്കുറിച്ചോ സഭാ പ്രബോധനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ ശുശ്രൂഷ വളരെ ഗൗരവമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഓർക്കുകയാണ്, ഒരു വൈദികൻ, അദ്ദേഹം സെമിനാരിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തത് ഈ ശുശ്രൂഷകൾ അത്രമാത്രം ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന രീതിയിൽ. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, സഭയെക്കുറിച്ചോ ഈ പ്രബോധനത്തെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ സമയത്താണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ കടന്നു വന്നതെന്ന് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്ന് പറയാൻ കാരണം പല സ്ഥലങ്ങളിലും പലരും ഇത് ആഗ്രഹിച്ച് കഴിയുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തേക്ക് ഇനിയും ഈ ശുശ്രൂഷ എത്തിയിട്ടില്ല. അത് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ചുമതല ഇതറിഞ്ഞ വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്നുണ്ട്, ഇത് സഭയ്ക്ക് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. അനേകം പേര് ശുശ്രൂഷ ആഗ്രഹിച്ച പല സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഇത് പരമാവധി വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ സഭയെ അവർ അറിയട്ടെ, സഭ വഴി ഈശോയെ അവർ അറിയട്ടെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക്, ആ ക്ലാസ്സുകളിലേക്ക് വരാം എന്ന് ആമുഖമായിട്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പുത്രനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രമാണത്തിലെ വകുപ്പിനെ കുറിച്ചായിരുന്നു. അതില് ഈശോ മിശിഹായുടെ രഹസ്യ ജീവിതത്തിന്റെയും ശൈശവത്തിന്റെയും രഹസ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ. ഇന്ന് 535 ഖണ്ഡിക മുതൽ 546 ഖണ്ഡിക വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ, കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ, നമ്മളിപ്പം ഖണ്ഡിക കുറച്ചേ എടുക്കുന്നുള്ളൂ. അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യത്തെ പ്രതിയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിലെ പ്രബോധനങ്ങളൊക്കെ അത് ഈശോയുടെ അസാധാരണമായ സാധാരണപരമായ ജീവിതത്തെക്കുറിച്ചായിരുന്നു. അതിൽ പ്രബോധനം എന്നതിനേക്കാൾ ഉപരി നമുക്ക് മാതൃകയാക്കാനുള്ള, ജീവിക്കാനുള്ള ഒരു ശൈലി തന്നെയായിരുന്നു എന്ന് പറയുകയുണ്ടായി. വേറെ കുറച്ച് പ്രബോധനങ്ങൾ മാത്രമായിട്ട് നമ്മളിനെ കാണാതെ നമ്മളൊരു ജീവിത ശൈലിക്കായിട്ട് നമ്മളിത് പ്രയോജനപ്പെടുത്തണം. കാരിക്കസിന്റെ ആ മുഖത്തിലെ 25ാമത്തെ ഖണ്ഡിക വീണ്ടും അർപ്പിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഏകലക്ഷ്യം അനന്തമായ സ്നേഹമായിരിക്കണം. നമ്മുടെ സ്നേഹം ജീവിക്കുക, അത് പരിപൂർണത ജീവിക്കുക എന്ന ലക്ഷ്യത്തെ പ്രതിയാണ് ഇത് പഠിക്കുന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മിച്ചിരിക്കണം. നമുക്ക് 535 ഖണ്ഡിക യേശുവിന്റെ മാമോദീസ. യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്വീകരിച്ച മാമോദീസയാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭം. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭം ജോർദാനിലെ മാമോദീസ എന്ന സംഭവത്തിലു കൂടിയാണ്. ഇനി അത് കഴിഞ്ഞുള്ള 2 സെന്റൻസ് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. പിന്നത്തെ സെന്റൻസ് മുതലാണ് വായിക്കുന്നത്. യേശുവിന് മാമോദീസ നൽകുവാൻ യോഹന്നാൻ മടിക്കുന്നു. എന്നാൽ യേശു നിർബന്ധിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ വരികയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉദ്ഘോഷിക്കുകയും ചെയ്തു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു. ഇത് യേശുവിനെ ഇസ്രായേലിന്റെ മിശിഹായും ദൈവപുത്രനുമായി ലോകത്തിന് വെളിപ്പെടുത്തുന്ന അവിടുത്തെ ദനഹ ആണ്. ശീകരണത്തിന്റെ സംഭവമാണ്. അതായത് ഒന്ന് ഈശോയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് സ്വർഗത്തിൽ നിന്നുള്ള പിതാവിന്റെ സ്വരം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പരിശുദ്ധ ത്രിത്വം അവിടെ വെളിപ്പെടുകയാണ്. അതൊരു സംഭവം. ഒന്ന് പരിശുദ്ധ ത്രിത്വം അവിടെ വെളിപ്പെടുകയാണ്. പിതാവിന്റെ സ്വരം കേട്ടു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, ഈശോ പുത്രൻ തമ്പുരാൻ താഴെ നിൽക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മൾ ദർശിക്കുകയാണ്. ഒരുപക്ഷെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ വെളിപ്പെടുത്തലാണ് ഇവിടെ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ഈശോ മിശിഹായാണ് എന്നുള്ള ആ പ്രത്യക്ഷീകരണം, മാദനഹ, അതും കൂടി സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ മാമോദീസ. നമ്മുടെ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിലൊക്കെ വലിയ തിരുനാളായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് ദനഹ തിരുനാൾ എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. കാരണം ഈശോയുടെ പ്രത്യക്ഷീകരണം, പ്രത്യേകിച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ പ്രത്യക്ഷീകരണം, ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. 536 ഖണ്ഡിക സഹിക്കുന്ന ദാസൻ എന്ന നിലയ്ക്കുള്ള യേശുവിന്റെ ദൗത്യത്തിന്റെ സ്വീകരണവും ഉദ്ഘാടനവുമാണ് യേശുവിന്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ മാമോദീസ. പാപികളുടെ കൂടെ എണ്ണപ്പെടുവാൻ അവിടുന്ന് സ്വയം സമ്മതിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവിടുന്ന്. അവിടുത്തെ മാമോദീസ അവിടുത്തെ രക്തം ചിന്തിയുള്ള മരണത്തിന്റെ മുൻ അനുഭവമാണ്.
അത് നമ്മള് ഈശോ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ പിന്നീട് പറഞ്ഞ് നമുക്ക് ഓർമ്മിക്കുന്നുണ്ടാവണം. എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഈശോ തന്റെ പിന്നീട് കുരിശിൽ അല്ലെങ്കിൽ ഈശോ തിരക്തം ചിന്തിക്കൊണ്ടുള്ള ഈശോയുടെ ബലി അതിന്റെ ഒരു പ്രതീകമായിട്ടാണ്, ഉന്നാസ്വാദനമായിട്ടാണ് മാമോദിസായെ ഇവിടെ നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം പെന്തക്കോസ്ത് സഹോദരന്മാരൊക്കെ ചോദിക്കുകയാണ്, അപ്പം പിന്നെ ഈശോ പ്രായപൂർത്തിയായ ശേഷം 30-ാമത്തെ വയസ്സിലാണ് മാമോദിസ മുങ്ങിയത്. അപ്പം നമ്മൾ അതുകൊണ്ട് പ്രായപൂർത്തിയായ ശേഷം മാമോദിസ മുങ്ങിയാൽ മതി എന്നൊക്കെ അവരിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയുമാണ്. അത് യുക്തിരഹിതമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, പഴയ നിയമത്തിലെ പരിച്ഛേദനത്തിന്റെ പൂർത്തീകരണ നിലയിലാണ് മാമോദീസ എന്ന കൂദാശയുള്ളത്. പഴയ നിയമത്തിലെ പരിച്ഛേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തിലെ അംഗമാക്കാനുള്ള, ആ ഉടമ്പടി സമൂഹത്തിൽ അംഗമാക്കാനുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ തിരുസഭയിലെ നമ്മളെ അംഗങ്ങളാക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മളെ ഉത്ഭവമുണ്ടെങ്കിൽ ഉത്ഭവത്തിൽ നിന്നും കർമ്മഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കുന്നു, നമ്മളെ സഭയുടെ അംഗങ്ങളാക്കുന്നു, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു, സ്വർഗത്തിന്റെ അവകാശങ്ങളാക്കി തീർക്കുന്നു. ഇതെല്ലാമാണ് മാമോദീസ എന്ന ഉദ്ദേശം സംഭവിക്കുക. നമുക്കറിയാം ഈശോയെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമില്ല. ഈശോയ്ക്ക് ഉത്ഭവമില്ല, കർമ്മഭാവമില്ല. ഈശോ ദൈവത്തിന്റെ മകനാണ്, ഓൾറെഡി ദൈവത്തിന്റെ മകനാണ്. ഈശോ സ്വർഗത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് മാമോദീസ എന്ന കൂദാശയിൽ നമ്മളുമായിട്ട് ഈശോ മാമോദീസ സ്വീകരിക്കുന്നതിന്റെ ലക്ഷ്യം നമ്മൾ സ്വീകരിക്കുന്നതുമായതിന്റെ ലക്ഷ്യമല്ല. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഈശോ 30-ാമത്തെ വയസ്സിൽ മാമോദീസ മുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? ജോർദാനിൽ പോയി തന്നെ എല്ലാവരും മാംസം മുങ്ങണമെന്ന് ആവശ്യപ്പെടേണ്ടി വരും. ഇപ്പം 30-ാമത്തെ വയസ്സിൽ മാത്രമേ മാംസം മുങ്ങാമെന്ന് പറയേണ്ടി വരും. അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവിടെ ഉള്ള അസാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം പറഞ്ഞു, ഈശോ മാംസം മുങ്ങിയതിന്റെ കാരണമൊക്കെ ഈശോ മിശിഹായാണെന്നുള്ള ആ വെളിപ്പെടുത്തലൊക്കെ സംഭവിക്കാനുള്ള ആ രഹസ്യമൊക്കെ അവിടെ സംഭവിച്ചെന്ന് പ്രത്യേകം പറയുകയുണ്ടായി. പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയായിരുന്നു. ഇനി ആ പാരഗ്രാഫിന്റെ തന്നെ 536-ാമത്തെ പാരഗ്രാഫ്, ആ പാരഗ്രാഫിന്റെ തന്നെ അവസാന ഭാഗമാണ് വായിക്കുന്നത്. മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണ് യേശു. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ. മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണ് യേശു. അതായത് എല്ലാ മനുഷ്യർക്കും, ലോകത്തുള്ള സകല മനുഷ്യർക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. അതിന്റെ ഉറവിടം ഈശോയാണ്. ഈശോയിൽ നിന്ന് മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാ ലഭിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നുണ്ടാക്കി അവന്റെ നാസാരംഭങ്ങളിലേക്ക് നിശ്വസിച്ചു, അപ്പോൾ ജീവനുണ്ടായി. അപ്പോഴാണ് ജീവൻ ഉണ്ടായത്. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ ഈ ജീവൻ നഷ്ടമായി. ദൈവം പറഞ്ഞിരുന്നു, പഴം പറിച്ചു തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിരുന്നു. മനുഷ്യൻ പാപം ചെയ്തു, പഴം പറിച്ചു തിന്നു, അവൻ മരിച്ചു, അവന്റെ ജീവൻ പോയി. അവൻ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ അവന്റെ ലഭിച്ച ശ്വാസം പോയി എന്നർത്ഥം. അത് പരിശുദ്ധാത്മാവായി നഷ്ടമായി, ദൈവിക ജീവൻ നഷ്ടമായി. ഈശോ മരണോത്ഥാനങ്ങൾക്ക് ശേഷം അപ്പോസ്തലന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ മേൽ ഊതിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ആദ്യഭാവത്തിൽ ലോകം മുഴുവനും ഈ ദൈവിക ജീവൻ നഷ്ടമാവുകയാണ് ആദ്യഭാവം വഴിയായിട്ട്. അപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യമാണെന്ന അവസ്ഥയാണ്. ആദ്യഭാവത്തിന്റെ പരിണിതഫലമായി ലോകത്തുള്ള സകല മനുഷ്യർക്കും ഇനി പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഈശോയിൽ കൂടി മാത്രമാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകാൻ വേണ്ടിയാണ്. അതാണ് പറയുന്നത്, എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. ലോകത്തെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ഉറവിടം അത് ഈശോയാണ്. അവിടുത്തെ മാമോദീസയിൽ സ്വർഗം തുറക്കപ്പെട്ടു. ആദത്തിന്റെ പാപം മൂലം അടക്കപ്പെട്ടിരുന്ന സ്വർഗം യേശുവിന്റെ മാമോദീസയിൽ അവിടുത്തെ പ്രതി തുറക്കപ്പെട്ടു. യേശുവും പരിശുദ്ധാത്മാവും ജലത്തിലേക്ക് ഇറങ്ങിയതോടെ ജലമെല്ലാം പവിത്രീകൃതമായി. നൂതന സൃഷ്ടികർമ്മത്തിന്റെ മുന്നോടിയായിരുന്നു ഇത്. ഇവിടെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ആദത്തിന്റെ പാപം വഴി പർദീസ അടയ്ക്കപ്പെട്ടിരുന്നു. അത് നമുക്കറിയുള്ള കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ അവരെ പുറത്താക്കിയിട്ട് പർദീസിന്റെ വാതിൽ അടയ്ക്കുന്ന നമുക്കറിയാം. ദൈവത്തോടുള്ള ബന്ധം, ആദ്യ പാപം വഴി ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ വന്നു, ഒരു വിച്ഛേദനം ഉണ്ടായി എന്നതിന്റെ സൂചനയാണ്. അവർക്ക് ദൈവിക ജീവൻ നഷ്ടമായി, ദൈവത്തോടുള്ള ബന്ധം നഷ്ടമായി. അത് വീണ്ടും അന്ന് അടയ്ക്കപ്പെട്ട പർദീസ പിന്നീട് തുറക്കപ്പെടുന്നത് ഇത്രയേറെ നൂറ്റാണ്ടിന് ശേഷം ഈശോ മാമോദീസ സ്വീകരിക്കുന്ന സമയത്താണ്. ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈശോയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കൃത്യമായ രീതി അത് ഈശോയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ തുറക്കപ്പെട്ടത് ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇപ്പോഴും മനുഷ്യവർഗത്തിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ഓർമ്മിക്കണം, ഇപ്പോഴും മനുഷ്യവർഗത്തിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല. അത് തുറക്കപ്പെടുന്നത് ഈശോയുടെ കുരിശിലെ മരണത്തിന് ശേഷമാണ്, കുരിശിലെ ബലിക്ക് ശേഷമാണ്. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാകണം,
ഈശോയുടെ ഒരു വശത്ത് കിടന്ന കള്ളൻ, നമ്മൾ നല്ല കള്ളൻ എന്ന് വിളിക്കുന്ന ആള് ഈശോയോട് ചോദിക്കുന്നുണ്ട്, യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർമ്മിക്കണമേ. ഉടനെ ഈശോ എന്നാണ് പറയുന്നത്, നീ ഇന്ന് എന്നോട് കൂടി പർദീസയിലായി. അവിടെ ഈശോ പറഞ്ഞതിന്റെ അർത്ഥം, ആദത്തിന്റെ പാവം വഴി അടയ്ക്കപ്പെട്ടു പോയ സ്വർഗം ഈശോയുടെ കുരിശിലെ ബലി വഴി ഇന്ന് തുറക്കപ്പെടും. അതിന്റെ ആദ്യ ഫലമായിട്ട് നീ അകത്ത് പ്രവേശിക്കും. അതിന്റെ ഒരു സൂചനയായിരുന്നു ഈശോ കുരിശിൽ മരിച്ച ഉടനെ ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ നടുവേക്ക്. അപ്പൊ ഈ മുകൾ മുതൽ താഴെ ഇതാക്കാനാണ് കാരണം. താഴേന്ന് നമ്മള് മനുഷ്യർ കയറുകയാണെങ്കിൽ താഴേന്ന് മുകളിലേക്കല്ലേ പറ്റുകയരുത്. അപ്പൊ മുകളിൽ മുതൽ ഒന്നാമത് നടുവേ കീറിയ എന്ന് പറയുന്നതും മുകളും താഴെ കീറിയ എന്നൊക്കെ പറയുന്നത് സൂചന ഇതാണ്, ദൈവമാണ് അത് കീറിയത്. ദൈവം അടച്ച ആദിഭാവം വഴി ദൈവം അടച്ച ആ സ്വർഗത്തിന്റെ വാതിൽ, ആ പർദീസയുടെ വാതിൽ ഈശോയുടെ ബലിയിൽ പ്രസാദിച്ച ദൈവം തന്നെ തുറന്നു. വളരെ ദൈവശാസ്ത്രപരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സൂചന ഇതാണ്. ഇപ്പൊ ഈശോയുടെ മൗദിസ സമയത്ത് ഈശോയ്ക്ക് വേണ്ടി അന്ന് അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗം തുറക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈശോ ജലത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി ജലം പവിത്രമായി. ഇനി ആ ജലം കൊണ്ടാണ് നമ്മൾ പിന്നീട് മൗദിസ സ്വീകരിക്കുന്നത്. 537 ഖണ്ഡിക. സ്വന്തം മരണവും ഉത്ഥാനവും തന്റെ മാമോദീസയിൽ മുൻകൂട്ടി അനുഭവിച്ച യേശുവിൽ മാമോദീസയിലൂടെ ക്രിസ്ത്യാനി കൗദാശികമായി സ്വാംശീകരിക്കപ്പെടുന്നു. എളിമപ്പെടലിന്റെയും അനുതാപത്തിന്റെയുമായ ഈ രഹസ്യത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും പ്രവേശിക്കണം. യേശുവിനോടൊത്ത് ഉയർക്കേണ്ടതിനായി അവിടുത്തോടൊപ്പം ജലത്തിലേക്ക് ഇറങ്ങണം. ദൈവപുത്രനിൽ പിതാവിന്റെ പ്രിയ മകനായി തീരാനും നവ്യജീവിതത്തിൽ വ്യാപരിക്കാനുമായി ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അതായത് നമ്മൾ മാമോദീസ മുങ്ങുന്ന സമയത്ത് ഒരു പ്രോസസ് അകത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നമ്മൾ. അതായത് ഈശോ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിന്റെ പ്രതീകമായിട്ടാണ് ആ മാമോദീസ സംഭവിച്ചത്. അപ്പൊ നമ്മൾ മാമോദീസ മുങ്ങുമ്പോൾ സംഭവിക്കണം, പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ ഉയർക്കുകയും ചെയ്യണം. അപ്പൊ ജലത്തിന് അങ്ങനെ രണ്ട്, വിശുദ്ധ ബൈബിൾ അനുസരിച്ച് അങ്ങനെ രണ്ട് പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നോഹിന്റെ കാലത്തെ പ്രളയ സമയത്ത് നമുക്ക് നോഹും കുടുംബവും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവിടെ നശിക്കുകയാണ്. എന്താ സംഭവം? അവിടെ ഒരു ജലപ്രളയം ഉണ്ടാകുന്നു. ജലപ്രളയ സമയത്ത് ഒരു പെട്ടകം ഉണ്ടാക്കി നോഹും കുടുംബവും ആ പെട്ടകത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ നോഹിനെ കുടുംബത്തെ രക്ഷിച്ച അതേ ജലമാണ് മറ്റുള്ളവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞത്. ഒരേ ജലം ദൈവത്തെ അനുസരിക്കുന്നവർക്ക് രക്ഷയ്ക്കുള്ള കാരണമായി, അതേ ജലം തന്നെ ദൈവത്തെ ധിക്കരിക്കുന്നവർക്കുള്ള ശിക്ഷയ്ക്കുള്ള കാരണമായി. അപ്പൊ ജലത്തിന് ഒരേ സമയത്ത് തന്നെ രണ്ട് സ്വഭാവം, ഒന്ന് രക്ഷയുടെയും ഒന്ന് ജീവന്റെയും രണ്ട് മരണത്തിന്റെയും സ്വഭാവം അവിടെ ജലം പ്രകടമാക്കുകയാണ്. പിന്നീട് ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്ന സംഭവം, അതൊക്കെ നമുക്ക് മാമോദീസയുടെ പ്രതീകമാണെന്ന് നമുക്കറിയാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേൽ ജനം ജലത്തിൽ കൂടി കടന്നു പോകുന്നു. അവരെ രക്ഷിച്ച അവരെ ഒരു മതില് പോലെ നിന്ന് വെള്ളം അവരെ രക്ഷിച്ചു. അവരിറങ്ങിക്കഴിഞ്ഞ് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുറകെ വന്ന അവരുടെ ശത്രുക്കളായ ഈജിപ്തിലെ സൈന്യത്തെ ഈ ജലം മുക്കിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. അപ്പോൾ ജലത്തിന് ഒരേ സമയത്ത് തന്നെ ജീവന്റെയും മരണത്തിന്റെയും സ്വഭാവം അവിടെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ മാമോദീസ മുങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ അവിടെ ഉയർത്തുകയും ചെയ്യുകയാണ്. ഈശോയുടെ ആ മരണത്തിന്റെ ഉത്ഥാനത്തിന്റെയും ആ രഹസ്യം നമ്മളിവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഹോളി വാട്ടറൊക്കെ നിൽക്കുമ്പോൾ അതിനെ സംഭവിക്കുന്നുണ്ട് വേറെ രീതിയിൽ. പൈശാചികമായ കാര്യങ്ങൾ വിട്ടുപോവുകയും പരിശുദ്ധാത്മാവ് അവിടെ നമുക്ക് ജീവൻ വരികയും അവിടെ മരണത്തിന്റെ കാരണക്കാരനായി പിശാച് വിട്ടുപോവുകയും ചെയ്യും. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് മാമോദീസയെ കുറിച്ചാണ്. മാമോദീസ സമയത്ത് അവിടെ രക്ഷാകരമായ ചില വലിയ രഹസ്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അടുത്ത സെയിന്റ് ഗ്രിഗറി ഓഫ് നസിയാൻസിന്റെ ഒരു കോട്ടാണ് വായിക്കുന്നത്. ക്രിസ്തുവിൽ നിറവേറിയതെല്ലാം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇതാണ്: ജലത്താലുള്ള സ്നാനം കഴിയുമ്പോൾ സ്വർഗ കവാടങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പറന്നിറങ്ങും. നാം സ്വർഗീയ മഹിമയാൽ അഭിഷിക്തരാകും. പിതാവിന്റെ സ്വരത്താൽ നമ്മൾ ദത്തപുത്രന്മാരായി ഭവിക്കുകയും ചെയ്യും. അതായത് ഈശോ മാമോദീസ മുങ്ങിയ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മാമോദീസ സമയത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. നമ്മളെ ദൈവം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതകളാല് നമ്മൾ ദത്തപുത്രന്മാരായിട്ട് അവിടെ നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. നമ്മളെ വളരെ സ്നേഹത്തോടെ ദൈവം വളരെ നമ്മളെ ആശ്ലേഷിക്കുകയാണ്, തന്റെ മക്കളായിട്ട് നമ്മളെ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം ദൂർത്തപുത്രൻ തിരികെ വന്നു കഴിയുമ്പോൾ ദൂർത്തപുത്രനോട് പിതാവ് കാണിക്കുന്ന ആ സ്നേഹവാത്സല്യങ്ങളെല്ലാം നമുക്കവിടെ കരഗതമാവുകയാണ്. അനുസരിച്ചാണ് ഈ വിശുദ്ധൻ പറയുന്നത്. 538 ഖണ്ഡിക. യേശുവിന്റെ പ്രലോഭനങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ഏകാന്തതയിൽ ചെലവഴിച്ച കുറെ സമയത്തെപ്പറ്റി സുവിശേഷങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്.
പരിശുദ്ധാത്മാവിനാൽ വിജന പ്രദേശത്തേക്ക് നയിക്കപ്പെട്ട് 40 ദിവസം അവിടെ ഉപവസിക്കുന്നു. വന്യമൃഗങ്ങളോടൊത്ത് അവിടുന്ന് വസിച്ചു. മാലാഖമാർ അവിടുത്തെ ശുശ്രൂഷിച്ചു. ഇക്കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തോടുള്ള അവിടുത്തെ പുത്ര ബന്ധത്തിന് ഉലച്ചിൽ വരുത്തണമെന്ന ഉദ്ദേശ്യത്തോടെ പിശാച് അവിടുത്തെ 3 തവണ പരീക്ഷിക്കുന്നു. ഈ പരീക്ഷണങ്ങളെയെല്ലാം യേശു തള്ളിക്കളയുന്നു. പറുദീസയിൽ ആദത്തിനുണ്ടായ പ്രലോഭനങ്ങളെയും മരുഭൂമിയിൽ ഇസ്രായേൽ ജനതയ്ക്കുണ്ടായ പ്രലോഭനങ്ങളെയും സംക്ഷിപ്തമായി പുനരാവിഷ്കരിക്കുന്നതായിരുന്നു ഈ പ്രലോഭനങ്ങൾ. ഉചിതമായ ഒരവസരം കിട്ടും വരെ പിശാച് ഈശോയെ വിട്ടുപോകുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളത് പറയാനുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ചിന്ത ഇതാണ്: ഈശോ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചതിന് ശേഷം ഉടനെ ഈശോ പ്രലോഭനം ഉണ്ടാകുകയാണ്. നമുക്കത്ര വിശ്വസിക്കാൻ എളുപ്പം തോന്നുന്ന കാര്യമല്ലത്, എന്നാൽ അത് സത്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണത്. അനേകർക്ക് അനുഭവം ഉണ്ടാവും. പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷം തൊട്ടുപിറകെ ആനന്ദകരമായ അനുഭവത്തിനേക്കാൾ ഉപരി വരൾച്ച അനുഭവങ്ങളും സഹനങ്ങളും ഒക്കെ പലപ്പോഴും കടന്നു വരും. കാരണം മറ്റൊന്നുമല്ല, 2 കാരണമുണ്ട്. ഒന്ന്, ഈശോ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറച്ചതിന് ശേഷം തന്റെ രക്ഷാകർമ്മത്തിൽ ദൈവം നമ്മളെയും സഹകാരികളാക്കുകയാണ്. നമ്മളെയും സഹരക്ഷകരെ പോലെ ദൈവം അവിടെ നമ്മളെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ നമ്മളെ ആ സഹനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സഹനങ്ങൾ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുന്നുണ്ട്. ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് കാണുന്ന സാത്താൻ അവൻ നഷ്ടമായി പോയ സ്വർഗം നമ്മൾ സ്വന്തമാക്കുമെന്നുള്ള അസൂയ കൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിച്ച് വീഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് സൂചനയായിട്ടാണ് ഈ പ്രലോഭനം കടന്നു വരുന്നത്. അപ്പൊ ഇന്ന് ഇത് വായിക്കുന്ന സമയത്ത് സൂബി ഇങ്ങനെ സൂചിപ്പിച്ചു, ചിലരൊക്കെ പറയാറുണ്ട്, അതായത് യേശു ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ആത്മാവിനാൽ എന്ന് പറയുമ്പോൾ അത് പിശാചിനെ നയിക്കപ്പെട്ടു എന്നൊക്കെയാണ്. കാരണം ചിലരൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈശോയ്ക്ക് പിന്നീട് പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്. ആ പ്രലോഭനം ഉണ്ടാകുന്നതുകൊണ്ട് പിശാചാണ് ഈശോയെ ഇങ്ങനെ നയിച്ചെന്ന് പറയും. ഈശോയെ പിശാച് നയിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള ചില ചിന്തകൾ. ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി, നമുക്കറിയാം. പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള എല്ലാം നയിക്കപ്പെട്ടുള്ള പരിശുദ്ധാത്മാ പ്രവൃത്തിയാണ്. അതിവിടെയും കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് ഈശോ മരുഭൂമിയിലേക്ക് നയിച്ചത്. എന്നാൽ നമുക്ക് തന്നെ അറിയാവുന്നത് പോലെ തന്നെ പ്രാർത്ഥനയുടെ സമയത്തും പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈ സാത്താന്റെ ഇടപെടൽ ഉണ്ടാകും. അതിവിടെയും നമ്മുടെ ഈശോയ്ക്ക് ഉണ്ടാവുകയാണ്. പിശാച് വന്ന് ഈശോയെ പ്രലോഭിപ്പിക്കുകയാണ്. ആ പ്രലോഭനത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്ന 2 പ്രധാനപ്പെട്ട ചിന്തകൾ. ഒന്ന്, ആദത്തിന്റെ പ്രലോഭനം ഉണ്ടായി, ആദത്തിന് ഹവ്വയ്ക്കും പ്രലോഭനം ഉണ്ടായി. അവർ അവിടെ പരാജയപ്പെട്ടു. ഇസ്രായേലിൽ 40 വർഷക്കാലം പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി. അവിടെ അവർ പരാജയപ്പെട്ടു. എന്നാൽ ആദവും ഇസ്രായേലും പരാജയപ്പെട്ട ആ സാഹചര്യത്തില് യേശു വിശുദ്ധനായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എടുത്തു പറയുകയാണ്. അവസാന സമയത്ത് എന്താണ് ഏറ്റവും പിന്നെ അവസാനം പറയുകയാണ്. അവസാനം പറയുന്നതാണ്, ഈശോ പിശാചിനെ തോൽപ്പിച്ചു. ഈശോ പ്രലോഭന സമയത്ത് പിശാചിനെ അതിജീവിച്ച് തോൽപ്പിച്ചു. അത് നമുക്കൊരു മാതൃക കാണിക്കാൻ വേണ്ടി കൂടിയാണ്. നമുക്ക് പ്രലോഭനം ഉണ്ടാകും. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകും, പക്ഷെ നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടരുത്. അതിനുള്ള വഴികളൊക്കെ ഞാൻ ഈശോ കാണിച്ചു തന്നു. വചനത്തോടും ദൈവത്തോടുള്ള സ്നേഹം, വചനത്തോടുള്ള പ്രതിബദ്ധത, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്രലോഭനങ്ങൾ അതിജീവിക്കേണ്ടതെന്ന് ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെല്ലാം അങ്ങനെ പ്രലോഭനങ്ങളൊക്കെ ഈശോ അതിജീവിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് പിശാച് പൂർണ്ണമായി വിട്ടുപോയെന്നുള്ളതല്ല കൊടുത്തിരിക്കുന്നത്. ആ സംഭവത്തിൽ നിന്ന് വിട്ടുപോയി, അത് പിന്നീട് വീണ്ടും വരും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രലോഭനത്തെ അതിജീവിക്കുന്നു, വിജയിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ പിശാചിൽ നിന്നും പൂർണ്ണ വിമുക്തരായി എന്നതല്ല. നമ്മൾക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, നമ്മൾ യോഗ്യതാപൂർവ്വം നന്നായിട്ട് പ്രസാരിച്ചു, വിശുദ്ധിക്ക് വേണ്ടിയേറെ ശ്രമിച്ചു. ഇതുകൊണ്ടൊന്നും നമ്മൾ പിശാചിന്റെ പ്രലോഭനങ്ങൾ വിമുക്തരല്ല. താൽക്കാലികമായി നമ്മൾ ഒരു വിമുക്തനായിരുന്നു എന്നാൽ തന്നെയും ഭൂമിയിലായിരിക്കുമ്പോൾ ഇനിയും സാത്താനും പലവരും നമ്മൾ പ്രലോഭിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തക്ക സമയത്തിന് വേണ്ടി അവൻ നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന സൂചനയും ഇവിടെ നൽകപ്പെടുന്നുണ്ട്. 539 ഖണ്ഡിക. രഹസ്യാത്മകമായ ഈ സംഭവത്തിന്റെ രക്ഷാകരമായ അർത്ഥം എന്തെന്ന് സുവിശേഷകർ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ആദം പ്രലോഭനത്തിന് അടിപ്പെട്ട സ്ഥാനത്ത് അഭിനവ ആദമായ യേശു വിശ്വസ്തനായി നിലനിന്നു. ഇസ്രായേലിന്റെ വിളിയെ യേശു പൂർണ്ണമായി നിറവേറ്റുന്നു. മരുഭൂമിയിൽ വെച്ച് 40 സംവത്സരക്കാലം ദൈവത്തെ പരീക്ഷിച്ച് ഇസ്രായേൽക്കാരിൽ നിന്ന് വ്യത്യസ്തനായി ദൈവേഷ്ടത്തിന് പരിപൂർണ വിധേയത്വം നൽകുന്ന ദൈവദാസനായി യേശു സ്വയം ആവിഷ്കരിക്കുന്നു. ഇങ്ങനെ പിശാചിന്റെ മേൽ പരിപൂർണ വിജയം നേടിയവനാണ് യേശു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ച് ബന്ധിക്കുന്നു. പിതാവിന്റെ നേർക്കുള്ള പുത്രസ്നേഹത്തിന്റെ പരമമായ അനുസരണം, പ്രകടമായ പീഡാസഹനത്തിൽ യേശു വരിച്ച വിജയത്തിന്റെ മുൻ അനുഭവമാണ് മരുഭൂമിയിൽ പ്രലോഭകന്റെ മേൽ അവിടുന്ന് നേടിയ വിജയം. പറഞ്ഞ ആശയം വീണ്ടും പറയുകയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കൊള്ളമുതൽ, അതായത്
കൊള്ളക്കാരൻ അത് സാത്താനാണ്, നമ്മുടെ ആത്മാക്കളെ കൊള്ളയടിക്കുന്ന. അപ്പോൾ അവനിൽ നിന്ന് ഈശോ നമ്മളെ പിടിച്ചെടുക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് പിതാവിനോടുള്ള വിശ്വസ്തത. ഈശോ ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന സമയത്ത്, അല്ലെ ആ പീഡാനുഭവ സമയത്ത് ഒക്കെ അവിടെ ഈശോ പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈശോ അതിജീവിക്കുന്നുണ്ട്. പല പ്രലോഭനങ്ങളുണ്ട്. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നീ ദൈവത്തിനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്നത് പിശാചിന്റെ പ്രലോഭനമാണ്. ഗെത്സേമനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാകുകയാണ്. അവിടെ എല്ലാം ഈശോ വിജയിക്കുന്നുണ്ട്. അതിന്റെ ഒരു മുൻ ആസ്വാദന, ഒരു പ്രതീകം നിലയിൽ തന്നെ ഈശോ മരുഭൂമിയിലും വിജയിക്കുകയാണ്. 540 ഖണ്ഡിക. ദൈവപുത്രൻ ഏതു വിധത്തിലുള്ള മിശിഹ ആണെന്ന് യേശു നേരിട്ട പ്രലോഭനങ്ങൾ വെളിപ്പെടുത്തുന്നു. പിശാച് നിർദ്ദേശിക്കുന്ന രീതിയിലോ മനുഷ്യർ വിഭാവനം ചെയ്യുന്ന രീതിയിലോ അല്ല അത്. അതുകൊണ്ടാണ് പ്രലോഭകനെ അവിടുന്ന് നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയത്. ഈശോയുടെ മെസ്സഹായ ദൗത്യം നമുക്കറിയാം. ഈശോ വന്ന സമയത്ത് ഇസ്രായേൽ ജനം ഈശോയെ തെറ്റിദ്ധരിച്ച് നമുക്കറിയാം. അവര് റോമൻ അടിമത്തത്തിലായിരുന്നുകൊണ്ട് ആ അടിമത്തിൽ രക്ഷിക്കുന്ന രക്ഷകനായിട്ടാണ് ഈശോയെ കണ്ടത്. ഇന്നലെ ഈശോ എന്ന മിശിഹ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രക്ഷകനാണ്. പിന്നെ ഇവിടെ പറയുകയാണ് ഒരു കാര്യം കൂടി പ്രത്യേകം പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നത്, നിർദ്ദേശിക്കുന്ന രീതിയിലോ അതായത് പിശാചിന്റെ രീതിയിലോ പിശാച് തരുന്ന ഒരു പ്രേരണയോ മനുഷ്യന്റെ തോന്നലിലോ ഒന്നും അല്ല ഈശോയുടെ മെസ്സഹായ ദൗത്യം. നമ്മുടെ തോന്നൽ അനുസരിച്ചുള്ള ഒരു മെസ്സഹായ അല്ല ഈശോ. പിശാച് നമുക്ക് കാണിച്ചു തരുന്ന രീതിയിലുള്ള ക്രമം തെറ്റിച്ചുള്ള ചില കാര്യങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു മെസ്സഹായനിക കാഴ്ചപ്പാടല്ല ഈ ദൈവത്തിന്റെ ആ വെളിപാടായ ഈശോ. മറിച്ച് പിതാവിന്റെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. അത് പിശാചിനെ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. മനുഷ്യമക്കളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ്. കൊള്ള മുതലെല്ലാം വീണ്ടെടുക്കാനുള്ള പദ്ധതിയാണ്. ഒരു കാര്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പിശാച് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. പക്ഷേ പിശാച് ഉണ്ടോ, പിശാച് വ്യക്തിയാണോ എന്നൊക്കെ സംശയിക്കുന്നവർക്ക് വിശുദ്ധ ബൈബിളിലെ തെളിവുകളുണ്ട്. ഇവിടെ ഈ കണ്ണികളെല്ലാം ആവർത്തിച്ച് പിശാച് എന്ന വ്യക്തിയുടെ ഇടപെടലിനെ കുറിച്ചും അവൻ എങ്ങനെ ഇടപെടുന്നു, എന്തിനു ഇടപെടുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി 540 ഖണ്ഡികയുടെ തന്നെ അവസാനത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. 40 ദിവസത്തെ വലിയ നോയമ്പിലൂടെ സഭ ഓരോ വർഷവും മരുഭൂമിയിലെ യേശുവിന്റെ രഹസ്യവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണുള്ളത്. നമ്മൾ വലിയ നോമ്പ്, സീറോ മലബാർ സഭയൊക്കെ ആണെങ്കിൽ 50 നോമ്പ്. ആ വലിയ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 40 ദിവസത്തെ ആ വലിയ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈശോ 40 ദിവസത്തെ ഉപവാസവുമായിട്ട് നമ്മൾ താതാത്മ്യം പെടുകയാണ്. ഒരു ആചാരാനുഷ്ഠാനം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഈശോയുടെ ജീവിതവുമായിട്ട്, അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പ്രബോധനങ്ങളെക്കാൾ ഉപരി നമ്മൾ ഈ ഈശോയുടെ ജീവിതവുമായിട്ടൊരു താതാത്മ്യവും ഐക്യവും പ്രാപിക്കണം ഈ പ്രബോധന വഴിയായിട്ട്. അപ്പം എല്ലാ വർഷവും നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഈശോയുടെ ജീവിതത്തിലെ ആ കാലഘട്ടവുമായിട്ട് ഒന്നായി ചേരാനുള്ള അവസരമാണ് ഈ വലിയ നോമ്പുകാലം എന്നാണ് സൂചനയാണ് നൽകപ്പെടുന്നത്. ഇനി അടുത്തത് 541 ഖണ്ഡിക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് ക്രിസ്തു ഭൂമിയിൽ സ്വർഗരാജ്യം ഉദ്ഘാടനം ചെയ്തു. തന്റെ ദൈവിക ജീവനിൽ പങ്കുചേരാനായി മനുഷ്യരെ ഉയർത്തുക എന്നതാണ് പിതാവിന്റെ ഇഷ്ടം. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ചുറ്റും മനുഷ്യരെ ശേഖരിച്ചുകൊണ്ടാണ് പിതാവ് ഇത് നിർവഹിക്കുന്നത്. ഈ ശേഖരമാണ് ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ വിത്തും സമാരംഭവുമായ സഭ. മനോഹരമായിട്ട് ദൈവരാജ്യത്തെ നമ്മളെ ഇവിടെ ആരംഭിക്കുന്നതാണ്. ഈശോയുടെ ജീവിതത്തിന്റെ അടുത്ത സംഭവത്തിലേക്ക് വരികയാണ്. ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് ഈശോ കടന്നു വരികയാണ്. നമ്മൾ പ്രകാശ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം ധ്യാനിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ദൈവരാജ്യം എന്നത് വാസ്തവത്തിൽ സഭയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയല്ല സഭ, അതിന്റെ വിത്തും ആരംഭവുമാണ്. എങ്ങനെയാണ് ആ ദൈവരാജ്യം രൂപപ്പെടുന്നത്? ക്രിസ്തുവിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുന്നവരുടെ സമൂഹമായിട്ടാണ് ഈ ദൈവരാജ്യത്തിന്റെ തുടക്കം. അതാണ് സഭ എന്നിവിടെ പറയുകയാണ്. 542 ഖണ്ഡിക. ദൈവത്തിന്റെ കുടുംബമായി ഒരുമിച്ച് ചേർക്കപ്പെട്ട പ്രസ്തുത മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയമായി വർദ്ധിക്കുന്നത് ക്രിസ്തുവാണ്. ദൈവത്തിന്റെ കുടുംബം, സഭയെക്കുറിച്ചുള്ള നല്ലൊരു നമ്മള് രണ്ടാമത്തെ കൗൺസിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു പേരാണത്. സഭയ്ക്ക് കൊടുക്കുന്ന പേരാണ് ദൈവത്തിന്റെ ഭവനം. അത് വിശുദ്ധ ബൈബിളിലും അങ്ങനെയുള്ള സൂചനകളുണ്ട്. ഈ ഖണ്ഡികയുടെ അവസാനത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. 542 ഖണ്ഡികയുടെ. ക്രിസ്തുവുമായുള്ള ഈ ഐക്യത്തിലേക്ക് സർവ്വ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരാൻ വേണ്ടി എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും എന്ത് വിളിക്കപ്പെട്ടിരിക്കുന്നു? യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുവാൻ. ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാന ദൈവവിളി
ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുക എന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ പാപം വഴി മനുഷ്യവർഗമെല്ലാം പാപത്തിലേക്ക് നിബന്ധിച്ചതോടുകൂടി പിന്നീട് അല്ലെങ്കിൽ അതിനുശേഷം പിതാവായ ദൈവം രക്ഷക വാഗ്ദാനം നൽകിയ അന്നു മുതൽ മനുഷ്യാത്മാവ് ജനിച്ചു വീഴുന്നത് തന്നെ ക്രിസ്തുവിനെ വേണമെന്നുള്ള ഒരു ദാഹത്തോടു കൂടിയാണ്. മനുഷ്യാത്മാവ് നൈസർഗികമായി ക്രിസ്തുവന്മുഖമാണെന്ന് സെയിന്റ് ഇരണീയോസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും, ലോകത്തുള്ള സകല മനുഷ്യരും ഈശോയ്ക്ക് വേണ്ടിയുള്ളവരാണ്, ഈശോ കുരിശിൽ നേടിയെടുത്തവരാണ്. അവരെ തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എല്ലാ ജനപദങ്ങളോടും പോയി അറിയിക്കുക, ഈശോയെ കൊണ്ടുവരിക എന്ന് പറയാനുള്ള കാരണം. എല്ലാവരുടെയും മണവാളനാണ് ഈശോ. ഓരോരുത്തരുടെ മണവാട്ടിയായി ഈശോ കണ്ട് എല്ലാവരുമായിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. 543 ഖണ്ഡിക ദൈവരാജ്യ പ്രഘോഷണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എല്ലാ മനുഷ്യരും. ദൈവരാജ്യത്തിന്റെ പ്രതീകമാണ് സഭയെന്ന് പറഞ്ഞു. അപ്പോൾ സഭയിലേക്ക് വരുവാൻ വേണ്ടിയാണ് എല്ലാ മനുഷ്യരുടെയും വിളി. ആദ്യം ഇസ്രായേൽ മക്കളോട് പ്രഘോഷിക്കപ്പെട്ട മെസ്സിയാനിക രാജ്യം സർവ്വജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതിൽ പ്രവേശിക്കാൻ യേശുവിന്റെ വചനം സ്വീകരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വചനം ഇവിടെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അനേകം പേരും ഇന്ന് ഈശോയെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി എന്ന് പറയുകയാണ്. കൃത്യമായിട്ട് കാര്യം പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഈശോയുടെ വചനം സ്വീകരിക്കണം. ഈശോയുടെ വചനം അനുസരിക്കണം, ഈശോയുടെ വചനം സ്വീകരിക്കണം. അപ്പം നമ്മളൊരു വൈകാരികമായി മാത്രം ഈശോ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതല്ല ഈ സഭയിലേക്കുള്ള വരവ് അല്ലെങ്കിൽ സഭാജീവിതം. അവിടെ വചനം വിശ്വസിക്കുകയും വചനം സ്വീകരിക്കുകയും അനുസരിക്കുകയും വേണം. വയലിൽ വിതച്ച വിത്തിനോട് സദൃശ്യമാണ് കർത്താവിന്റെ വചനം. വിശ്വാസപൂർവ്വം ആ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിന്റെ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ദൈവരാജ്യം സ്വീകരിച്ചവരാണ്. അനന്തരം അത് സ്വതസിദ്ധമായ ശക്തിയാൽ മുളയ്ക്കുകയും കൊയ്ത്തുകാലം വരെ വളരുകയും ചെയ്യുന്നു. നമ്മൾ ആ വചനം നമ്മളിൽ മാംസം ധരിച്ച് നമ്മളെ വചനം രൂപാന്തരപ്പെടുത്തി ഈശോയെ പോലെ തന്നെ ആക്കി തീർക്കുന്ന ആ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. 544 ഖണ്ഡിക. ഈ ഖണ്ഡികയുടെ അവസാന ഭാഗം ഒരു 3 സെന്റൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് വിട്ടുകളഞ്ഞിട്ട് ആണ് വായിക്കുന്നത്. പുൽക്കൂട് മുതൽ കുരിശു വരെ യേശു ദരിദ്രരുടെ ജീവിതത്തിൽ പങ്കുചേരുന്നു. പുൽക്കൂട് തൊട്ടങ്ങേ പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു. അത് നമ്മള് കുരിശിന് വഴിക്കുന്ന പാട്ടാണ് തോന്നുന്നു അല്ലേ? ഈശോ ജനിച്ചു വീണത് ഒരു പുൽത്തൊഴുത്തിലാണ്. ഈശോ അവസാനം മരിക്കുന്നത് ഒരു കുരിശിലാണ്. ഈശോ അടക്കപ്പെടുന്നത് ആരുടെയോ കല്ലറയിലാണ്. ഈശോ ജനിച്ചപ്പോൾ തുടങ്ങി വെച്ച ആ ദാരിദ്ര്യ ചൈതന്യം മരണം വരെയും അവൻ നിലനിർത്തി. ഒരു ക്രിസ്തീയ ആധ്യാത്മികത ഒരു ദാരിദ്ര്യ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണെന്നുള്ള സൂചനയാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെ. തുടക്കവും ഒടുക്കവും ഒരേ രീതിയിൽ കാണപ്പെടുന്നതിന്റെ അർത്ഥം മുഴുവൻ എന്ന അർത്ഥമാണുള്ളത് ദൈവശാസ്ത്രം അനുസരിച്ച്. അതുകൊണ്ട് ഈശോയുടെ ജീവിതം മുഴുവൻ ഒരു ദാരിദ്ര്യ ചൈതന്യമുള്ളതായിരുന്നു. സൂചന ഇതാണ്, ക്രിസ്ത്യാനിയും ആ ഒരു ചൈതന്യം ഉള്ളിൽ സൂക്ഷിക്കേണ്ടവനാണ്. വിശപ്പും ദാഹവും ദൗർലഭ്യവും അവിടുന്ന് അനുഭവിക്കുന്നു. എല്ലാത്തരം പാവപ്പെട്ടവരുമായി അവിടുന്ന് താതാത്മ്യം പ്രാപിക്കുന്നുവെന്നു മാത്രമല്ല, പാവങ്ങളുടെ നേർക്കുള്ള സ്നേഹം തന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവശ്യ വ്യവസ്ഥയായി അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ. ഈശോ ജീവിതത്തിൽ ഈശോ ദാരിദ്ര്യം അനുഷ്ഠിച്ചു, നല്ല കാര്യം, സന്തോഷം നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. അതായത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവശ്യ വ്യവസ്ഥ എവിടെയാണ് പറയുന്നത്? അന്ത്യവിധിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ പറയുന്നത് എല്ലാ പലവിധ മേഖലകൾ പറഞ്ഞിട്ട് അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് നമ്മൾ കാണിച്ച ആ സഹിഷ്ണുത, കരുണ, ഹൃദയത്തിലുള്ള സ്നേഹം, ആ കരുതല്, അതിനാണ് നമ്മളുടെ ആത്മരക്ഷ അടങ്ങിയിരിക്കുന്നതെന്ന് ഈശോ കൃത്യമായിട്ട് അവിടെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ നമ്മള് ദാരിദ്ര്യ ചൈതന്യം നമുക്കുണ്ടായിരിക്കണം, നമ്മൾ ദരിദ്രരെ സ്നേഹിക്കുകയും വേണം. 546 ഖണ്ഡിക. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉപമകളിലൂടെ യേശു ആഹ്വാനം ചെയ്യുന്നു. അവിടുത്തെ പ്രബോധനത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഉപമകൾ. അവയിലൂടെ രാജ്യത്തിന്റെ വിരുന്നിലേക്ക് അവിടുന്ന് ജനങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായ ഒരു തെരഞ്ഞെടുപ്പും അവിടുന്ന് ആവശ്യപ്പെടുന്നു. സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് എല്ലാം ദാനം ചെയ്യണം. വാക്കുകൾ മാത്രം പോരാ, പ്രവൃത്തികളും വേണം. അതെ, നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മള് ഒരു ദാരിദ്ര്യ സ്പിരിറ്റുള്ള ജീവിതം, ഉള്ളിൽ നമുക്ക് ഒരു ദാരിദ്ര്യ ചൈതന്യം ഉണ്ടായിരിക്കണം. ഉള്ളിലുണ്ടായാൽ മാത്രം പോരാ, നമ്മൾ പരമാവധി നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. നമുക്കുള്ളതെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈശോയുടെ ആ സർവ്വസമ്പന്നനായിരുന്ന ദൈവം
ദരിദ്രനായിട്ട് കടന്നു വന്നു. അത് വെറുതെ പലരും അതിനെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ദൈവം ഈശോ ദരിദ്രനായിട്ട് വന്നതുകൊണ്ട് നമ്മൾ സമ്പന്നരായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. എന്തൊരു പ്രത്യേക സുവിശേഷം പറയാറുണ്ട്, സമ്പന്നതയുടെ സുവിശേഷം. സമ്പന്നതയുടെ സുവിശേഷമൊക്കെ നമ്മൾ കത്തോലിക്ക സഭയുടെ ഭാഗമല്ലത്. സഭ യോഹന്നാൻ ബോസിന്റെ ഭാഷയനുസരിച്ച് എപ്പോഴും ശരിയായ രീതിയിലുള്ള ആത്മീയത അനുഗ്രഹത്തെക്കാളും സമ്പന്നതയെക്കാളും ഉപരി സഹനത്തോടുള്ള ഒരു പ്രത്യേക ഒരു ശ്രദ്ധയിലാണ്, താല്പര്യത്തിലാണ്. സമാശ്വാസത്തെക്കാൾ അധികമായിട്ട് അത് സഹനത്തെയാണ് തേടുന്നത്. വാസ്തവത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ട സഭാമക്കള് കത്തോലിക്ക സഭയുടെ ആ അടിസ്ഥാനമായ ആത്മീയതയെക്കുറിച്ച് പലപ്പോഴും അറിവുള്ളവരല്ല. സഭയുടെ പ്രബോധനം വഴിയായിട്ട് അത്ര അറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. ഒരു ഉപസംഹാരമായിട്ട് പറയാം. ഇന്ന് നമ്മൾ കണ്ട ഖണ്ഡിക 535 ഖണ്ഡിക മുതൽ 546 ഖണ്ഡിക വരെയായിരുന്നു. ഇതിൽ നമ്മൾ ചിന്തിച്ചത് യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ രഹസ്യത്തെക്കുറിച്ചും ദൈവരാജ്യ പ്രഘോഷണത്തെക്കുറിച്ചുമായിരുന്നു. യേശുവിന്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഈശോയുടെ മാമോദിസയെ കുറിച്ചായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് പിതാവിന്റെ സ്വരം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി ഈശോ മിശിഹായുടെ മേൽ വരുന്നു. ഈശോ, അതായത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു കൂട്ടായ്മ ഈശോയുടെ മാമോദിസ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ദൃശ്യമായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. പിന്നെ കണ്ടത് ഈശോ മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണ് യേശു എന്ന് കണ്ടു. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് അതായത് പിശാചിനാൽ ഈശോ പ്രലോഭിതനാകുന്നതും അതുപോലെ അതിന്റെ പുറകുള്ള രഹസ്യങ്ങൾ വളരെ നമ്മൾ വിശദീകരിച്ച് കണ്ടതാണ്. ഒത്തിരിയേറെ നമ്മൾക്ക് ജീവിതത്തിൽ മാതൃകയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതെ, പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുവാനായി മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട ഈശോയെ പിശാച് പ്രലോഭിപ്പിക്കുന്നതും ഈശോ ആ പ്രലോഭനത്തിന് വഴങ്ങാതെ ഈശോ വിശ്വസ്തനായി നിൽക്കുന്നതും അത് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നതുമായുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിൽ നമ്മൾ വേറൊരു കണ്ട കാര്യം, ആദം പ്രലോഭനത്തിന് വഴങ്ങി പാപം ചെയ്തു. പക്ഷെ ഈശോ പ്രലോഭനത്തിന് വഴങ്ങാതെ വിശ്വസ്തനായി നിന്നു. അതാണ് അവിടെ ചിന്തിച്ചത്. ഇനി ദൈവരാജ്യ പ്രഘോഷണം. ഈശോ ഭൂമിയിലോട്ട് മാമോദീസ സ്വീകരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈശോ തന്റെ ദൈവരാജ്യ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, സമയം പൂർത്തിയായി, അനുദപിച്ച് എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ കണ്ടു ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണം എങ്ങനെയായിരുന്നു. ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് എല്ലാവരെയും കൂട്ടിച്ചേർക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ദൈവരാജ്യം. അത് എല്ലാവരും അതിലൂടെ ദൈവ ഐക്യത്തിലോട്ട് പ്രവേശിക്കണമെന്ന് കണ്ടു. അതുപോലെ ഭൂമിയിലെ നമ്മുടെ സഭ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരും കൂട്ടിച്ചേർക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം ഭൂമിയിൽ ദൈവം അതിന് വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. വിത്തും സമാരംഭവുമാണ് സഭ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അവസാനമായിട്ട് അതുപോലെ ദരിദ്രരുടെയും വിനീത ഹൃദയരുടെയും ആണ് സ്വർഗരാജ്യം എന്ന് കണ്ടത്. അതായത് പുൽക്കൂട് മുതൽ കുരിശു വരെ ഈശോ പുലർത്തിയ ദാരിദ്ര്യം എന്ന ആ വലിയ ചൈതന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മളും അതുപോലെ ദാരിദ്ര്യ ചൈതന്യം ഉള്ളവരായി അത് ജീവിക്കേണ്ടവരാണ് എന്ന്. നമുക്ക് ചൈതന്യം ഉണ്ടായിരിക്കണം. ദരിദ്രരെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം. അതിലാണ് നമ്മൾ ആത്മരക്ഷ അടങ്ങിയിരിക്കുന്നത് എന്നും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ടുള്ളത് 541 അല്ലേ? ഇന്നത്തെ ഹോംവർക്ക് 541 ഖണ്ഡികയുടെ അവസാന ഭാഗമാണ്. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ചുറ്റും മനുഷ്യരെ ശേഖരിച്ചുകൊണ്ടാണ് പിതാവ് ഇത് നിർവഹിക്കുന്നത്. ഈ ശേഖരമാണ് ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ വിത്തും സമാരംഭവുമായ സഭ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് 26ാമത്തെ എപ്പിസോഡ് അല്ലായിരുന്നു? 26ാമത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പൊ 26 പ്രബോധനങ്ങൾ ഇത് പഠിക്കുകയൂടെ ചെയ്യുമ്പോൾ 26 പ്രബോധനങ്ങൾ പഠിച്ചു കഴിയും. നിങ്ങളത് പഠിക്കുന്നുണ്ട്, ഹൃദയസ്ഥമാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹൃദയസ്ഥമാക്കുന്ന കാര്യങ്ങൾ അത് കൂടുതൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴിയായിട്ട് മാറുമല്ലോ. നമുക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രബോധനങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള അനേകരുണ്ട്. അത് അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മളുടെ ഒരു സമർപ്പണം വഴിയായിട്ടാണ്, നമ്മളുടെ പ്രവർത്തനം വഴിയായിട്ടാണ്. അതുകൊണ്ട് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.
നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ ദിവസത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ ഞങ്ങളെ കൂടുതൽ കൂടുതൽ അങ്ങോട്ടുള്ള സ്നേഹത്തിലും അങ്ങേ അനുകരിക്കുന്നതിലേക്കും ഞങ്ങളെ നയിക്കുന്നു. അത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളറിയാതെ തന്നെ കർത്താവിന്റെ ഹൃദയം അങ്ങോട്ടുള്ള സ്നേഹത്തിലേക്ക് വളരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അങ്ങയോടുള്ള ഒരു ഭക്തി ഞങ്ങൾ വളരുന്നതിനൊപ്പം തന്നെ ഞങ്ങളുടെ പ്രായോഗികതയും അങ്ങേ അനുകരിക്കുന്നവരും അങ്ങ് സ്നേഹിച്ചതുപോലെയും അങ്ങ് ജീവിച്ചതുപോലെയും ജീവിക്കുന്നവരുമാകുവാൻ തിരുമനസ്സാകണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവെ അങ്ങിൽ മുങ്ങിമറയുവാൻ, അങ്ങയോട് ഐക്യത്തിലായിരിക്കുവാൻ തിരുമനസ്സാകണമേ. ദൈവരാജ്യത്തിന്റെ വിത്തും സമാരംഭവുമായ സഭയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഈ ശുശ്രൂഷയെ പങ്കുചേരുന്ന ഓരോരുത്തരും പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥപ്പെടുന്ന, വേദനിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വൈറസ് വ്യാപനം വഴി മരണമടഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരും ഓർമ്മിക്കുന്നു. മരണമടഞ്ഞ എല്ലാ ആത്മാക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പലവിധ രീതികളിൽ ലോകത്ത് ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും ഓർമ്മിക്കുന്നു. അവരെല്ലാം ഈശ്വര കൃഷ്ണനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഞങ്ങൾ ഈ നിയമങ്ങൾക്കായിട്ട് തേടുന്നു. പരിശുദ്ധമ്മയുടെ വിമർശനത്തിലൂടെ ഈശോ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രാർത്ഥനയിലും സ്നേഹത്തിലുമായിരിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.